അങ്കിളിൻ്റെ വീട്ടിൽ ഒരു ചക്ക വീണപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വന്നിട്ട് ചക്ക വറക്കാമെന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് വന്നതാണ്. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ ഈസി ആയിരിക്കുന്നു. വീട്ടിൽ വന്ന് അതെല്ലാം വെട്ടി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് സംഭവം ഞാൻ വിചാരിച്ച പോലെ അത്ര ഈസി അല്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ച് അയാനും സ്കൂളിൽ പോയപ്പോഴാണ് ഞാൻ ഈ പണിക്കിടുന്നത്. അല്ലെങ്കിൽ അയാനും ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഭയങ്കര ബഹളമായിരിക്കും. പിന്നെ ഒരു വിധത്തിൽ അതെല്ലാം മുറിച്ച് അതിൻ്റെ മുറിക്കുന്നത് കാണുമ്പോൾ നല്ല എളുപ്പമാണെന്ന് വിചാരിക്കാം. എന്നാലും പഴുത്ത ചക്ക മുറിക്കുന്നതിനേക്കാൾ എളുപ്പമായിരുന്നു ഈ പച്ചച്ചക്ക മുറിക്കാൻ. പച്ച എന്ന് പറയാൻ പറ്റൂല, ഒരു വിധത്തിൽ മൂത്തിട്ടുണ്ട്. നമ്മൾ ഈ ചക്കവറവൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാകം. ഇത് മുഴുവനും ചക്കവറവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇതെടുത്തുകൊണ്ട് വന്നത്. ഞാനതൊക്കെ മുറിച്ച് സെൻറ്ററൊക്കെ മുറിച്ച് അതിനെല്ലാം എടുത്തിട്ട് നല്ല വൃത്തിയാക്കാൻ തന്നെ അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടുണ്ട്. കാരണം ഇത്ര വലിയ ചക്ക ആയതുകൊണ്ടും ഞാൻ ഒറ്റയ്ക്കാണ് ഇത് നന്നാക്കിയത് കൊണ്ടും നമ്മൾ അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടാണ് ഇത് മുറിച്ചത്. പണ്ടൊക്കെ നാട്ടിലാവുമ്പോൾ ചക്ക ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമ്മളെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഇത് നന്നാക്കിയിട്ട് മേശമ്മ കൊടുത്ത് നിൽക്കുമ്പോൾ എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ഇത് നന്നാക്കാൻ ഇരുന്നപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഇതെല്ലാം മുറിച്ച് വൃത്തിയാക്കി കുരുവെല്ലാം വേറാക്കി ചുളയെല്ലാം വേറാക്കി അതന്നെ എടുത്ത് വരുമ്പോൾ തന്നെ ഒരു പണിയായിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 2.5 മണിക്കൂറിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ടാവും ഇത് മൊത്തം ക്ലീൻ ചെയ്ത് വരാൻ. ഞാൻ ഈ മുറിപ്പൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും വളരെ ഈസി ആയിരുന്നത്. ഒരിക്കലും അല്ല, നല്ല ടഫ് തന്നെ ആയിരുന്നു. ലാസ്റ്റ് എന്തായാലും ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച പണിയല്ലേ, എനിക്ക് തന്നെ തന്ന പണിയായതുകൊണ്ട് വേറെ ആരോടും കംപ്ലൈൻ്റ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് എല്ലാം എടുത്ത് എല്ലാ ചുളയും എടുത്തിട്ട് ഞാൻ വിചാരിച്ചു ഇത് മൊത്തം ചക്കവറവ് ഉണ്ടാക്കാമെന്ന്. ഇല്ല, മൊത്തം അരിയാൻ തന്നെ ഒരു സമയമെടുത്ത്. ഇപ്പോൾ ചക്കവറവ് അത് മൊത്തം ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല. ഞാനത് മൊത്തം വൃത്തിയാക്കിയിട്ട് കുറച്ചെടുത്ത് ചക്കവറവ് ഉണ്ടാക്കി, കുറച്ചെടുത്ത് പുഴുക്കുണ്ടാക്കി, കുറച്ച് വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് അങ്ങനെ. എന്തായാലും ഞാൻ ഒന്നും വേസ്റ്റ് ആക്കിയില്ല കേട്ടോ, എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അയാനും സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയും നടക്കില്ല. ചക്കപ്പണി ആയതുകൊണ്ടാണ്. കാരണം ഇതിൻ്റെ ഉള്ളിലെല്ലാം കിടന്ന് കൈയിട്ട് ഇതാക്കും. പിന്നെ അവൻ്റെ കൈ കഴുകാൻ നടക്കണം, അവൻ്റെ കൈമത്തെ പശ കളയാൻ നടക്കണം. അവനാണെങ്കിൽ ഒരു തരി പശയായി കഴിഞ്ഞാൽ അത് സമ്മതിക്കൂല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നെല്ലാം വൃത്തിയാക്കി. കണ്ട, ഇതാണ് ലാസ്റ്റ് ചക്കെല്ലാം വൃത്തിയാക്കി ആ ചവണിയെല്ലാം കെടുപ്പ് കണ്ട. പിന്നെ കത്തിമേലത്തെ പശ കളയാൻ എളുപ്പമാണ് കേട്ടോ. നമ്മൾ അതിൽ എണ്ണ പരട്ടിയിട്ട് ഗ്യാസ് ഓണാക്കി അത് ചൂടാക്കിയതിന് ശേഷം ജസ്റ്റ് ആ ചകിരി വെച്ചൊന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും. ഇനി പണി തീർന്നോ? ഇല്ല, തീർന്നില്ല. ഇത്രയും ചക്കച്ചുളകൾ നമുക്ക് കിട്ടി. അതിനുശേഷം ഞാൻ ചക്ക വറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ചക്ക വറക്കാനല്ല, ചക്ക വറക്കാൻ വേണ്ടി അരിയാൻ തുടങ്ങി. ഇത്രയും അരിഞ്ഞു വരുമ്പോഴത്തേനും ഒരു നേരമാവുമെന്ന് എനിക്ക് മനസ്സിലായി. ഈ കഷ്ണം മുറിച്ച് മാറ്റി വെച്ചതൊന്നും കളയാനല്ല കേട്ടോ, അതൊക്കെ പുഴുക്കുണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചതാ. ഒരു ഷേപ്പ് വേണമല്ലോ ചക്കവറവ് ഉണ്ടാകുമ്പോൾ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഈ ചക്ക നല്ല കട്ടിയുള്ള ചക്ക ആയതുകൊണ്ട് അത്യാവശ്യം നല്ല സമയമെടുക്കും വറക്കാൻ. ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് എല്ലാം മുറിച്ചു. എല്ലാം വെച്ചാൽ ഓൾമോസ്റ്റ് മുറിച്ചു. പുഴുക്കുണ്ടാക്കാനുള്ളത് മാറ്റി വെച്ചു. നല്ല ഷേപ്പൊക്കെ ആക്കിയിട്ട് മുറിക്കുന്നുണ്ട്. കണ്ട, ഇത്രയും ചക്ക വറക്കാൻ വേണ്ടിയിട്ട് മുറിച്ചു. നമ്മൾ ചക്ക വറക്കാൻ വേണ്ടി പോവാണ്. നമ്മളൊരു ചീഞ്ചട്ടി വെച്ച് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. നല്ല തിളച്ച് വരുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചക്ക ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റാം. ചക്ക ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടത് ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് വെക്കുക. അതായത് ഒരു 4 ടേബിൾ സ്പൂൺ ഉപ്പ് 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് ഈ ഒരു നിറമാവുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പൊട്ടിത്തെറിയൊക്കെ കേൾക്കാം. ഇത് പിങ്ക് കളറാണെന്ന് വിചാരിച്ചാൽ ആരും തെറ്റിദ്ധരിക്കണ്ട. ഇത് ഈ ഇന്ദുപ്പായതുകൊണ്ടാണ് ഈ പിങ്ക് കളർ. ഇനി നമ്മൾ സോൾട്ട് ഒഴിക്കാൻ പോകുന്ന സമയത്തും നമ്മൾ ഫ്ലെയിം ഹൈയിലോട്ട് മാറ്റുക. ഹൈയിൽ വെച്ചതിന് ശേഷം വേണം സോൾട്ട് ഒഴിക്കാൻ. അപ്പോൾ ഒരു പൊട്ടിത്തെറിയുടെ സൗണ്ട് കേൾക്കാം. ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരും. ഈ തള നിൽക്കുന്ന സമയത്ത് നമ്മൾ ചക്കവറവ് കോരിയെടുക്കുക. കണ്ട, ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കാട്ടോ. എന്നിട്ട് ഫുള്ള് വറുത്തെടുക്കുക. ഇത് വറുത്തെടുത്തതിന് ശേഷം വീണ്ടും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അടുത്ത ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട്. കണ്ടായാലും എന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. ആ വീഡിയോ ഞാൻ ഇങ്ങനെയാണ് എടുത്തത്, അതുകൊണ്ടത് ഇതായിപ്പോയി. അവൻ എന്നെ കുറച്ച് നേരം സഹായിച്ചു. ഞാൻ അങ്ങനെ ഫസ്റ്റത്തെ ട്രിപ്പ് വറുത്ത് കഴിഞ്ഞു. വറുത്ത് കഴിഞ്ഞ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, പക്ഷെ വറക്കാൻ നല്ല പണിയുമാണ്. വേണ്ട, ഓൾമോസ്റ്റ് നമ്മൾ ഇത്രയും വറുത്ത് നമുക്ക് ഇത്രയും ചക്കവറവ് കിട്ടി. അതൊക്കെ ബോട്ടിലാക്കി വെച്ചു. പണി തീർന്നില്ല. അടുത്ത പണി ചക്ക പുഴുക്കിനുള്ള ചക്ക എല്ലാം പുഴുങ്ങി വെക്കണം.
നമ്മളൊരു ഇറ്റിൽ ചെമ്പിൽ വെള്ളം ചൂടാക്കി തിളച്ച് വരുമ്പോൾ അത് സ്റ്റീം ചെയ്തെടുക്കണം ചക്ക മൊത്തം. ഇത് പുഴുക്കിനുള്ളതല്ല കേട്ടോ, ഇത് ഞാൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് പുഴുക്കിന് വേണ്ടിയിട്ടാണ്. പുഴുക്കിന് ഉണ്ടാക്കുന്ന ചക്കയിൽ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകും പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം വേണം അത് സ്റ്റീം ചെയ്തെടുക്കാൻ. ഇനി ഒരു ഇറ്റിൽ ചെമ്പിൽ വെച്ചിട്ട് സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഇറ്റിൽ ചെമ്പിലാണെങ്കിൽ ഇറ്റിൽ ചെമ്പിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. മൂടി വെച്ചിട്ട് കുറച്ച് സമയം, ഒരു ചക്ക വെന്ത സ്മെല്ല് വരും, ആ സമയം വരെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. നന്നായിട്ട് വെന്താൽ മാത്രമേ നമുക്ക് ആ പുഴുക്ക് ഇങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചക്ക എല്ലാം ഞാനിട്ടത് ഇറ്റിൽ ചെമ്പിലാണ്. ഇറ്റിൽ ചെമ്പിലിട്ടിട്ട് അടച്ചു വെച്ചു. അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കുറച്ച് ചക്ക വെന്ത മണം വന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ചുവന്നുള്ളി, ഒരു 10-15 ചുവന്നുള്ളിയും ഒരു 4 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളകും ചുമ്മാ ചതച്ചെടുക്കുക. അത് മാറ്റിയതിന് ശേഷം കുറച്ച് തേങ്ങയും, ഒരു 10 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 15 ടേബിൾ സ്പൂൺ തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് നല്ല ജീരകവും കൂടിയും ചേർത്തിട്ട് അതും കൂടി ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട്, അടി കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് ചൂടായതിന് ശേഷം എണ്ണയൊന്നും ഒഴിക്കേണ്ട, നമ്മൾ ആ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് 1 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ ആ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി അല്ല, ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ ആ തേങ്ങ ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ചക്കയെന്ന് അറിയാത്ത വിധത്തിൽ ഉടച്ചെടുക്കണം. ഇതാണ് ചക്കപ്പുഴുക്ക് എന്ന് പറയുന്നത്. ഞാൻ ഇത് ആദ്യമായിട്ട് കഴിച്ചത് നന്ദുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ്, മനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോഴാണ് ചക്ക കൊണ്ട് പുഴുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ അറിയുന്നത്. ഇനി ഇതിൽ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് കടുക്, 2 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി മൂപ്പിച്ചിട്ട് അത് അതിലോട്ട് ഒഴിച്ചിട്ട് മൂടി വെക്കുക. ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു മണം വരും. ചക്കപ്പുഴുക്ക് റെഡി. ഇത് ഞാൻ ഫസ്റ്റ് കഴിക്കുന്നത് മനുവിൻ്റെ ഭാര്യ പ്രിയ ഉണ്ടാക്കിയിട്ടാണ്. അവിടുന്ന് ആണ് ഞാനത് കഴിച്ചത്. അവരോട് ചോദിച്ചിട്ടാണ് ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിയത്. അവർ വീട് അടിമാലിയാണ്, അപ്പോൾ ആ സൈഡിലൊക്കെ ഈ ചക്കപ്പുഴുക്കൊക്കെ കോമൺ ആണല്ലോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പക്ഷെ ശരിക്കും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി എരിവുള്ള ഒരു ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് സവാള, പച്ചമുളക്, കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ബ്രൗൺ നിറമാവുന്ന വരെ വഴറ്റാം. അതിന് ശേഷം അതിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ തക്കാളി ചേർക്കുന്നില്ല, തക്കാളി ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ ഫ്ലെയിം ലോയിലോട്ട് മാറ്റിയിട്ട് നമ്മൾ അതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല പൊടിച്ചത്, ഇത്രയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് 1 കിലോ ചിക്കനാണ്. അത് കഴുകി വൃത്തിയാക്കിയത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പൊടികളൊക്കെ പച്ചമണം മാറുന്ന വരെ വഴറ്റണം. അതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് ഒന്ന് വഴറ്റിയാൽ മതിയാവും. അപ്പോൾ തന്നെ അതിൻ്റെ പച്ചമണം മാറി കിട്ടും. ഇനി പച്ചമണം മാറി ഇതിലോട്ടാണ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യേണ്ടത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് ആ മസാലയും ചിക്കനും കൂടിയിട്ട് നന്നായിട്ട് മിക്സായി വരണം. ഇതിൻ്റെ കൂടെ മീൻകറി, മുളകിട്ട മീൻകറിയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇല്ലെങ്കിൽ ബീഫോ എന്താണെങ്കിലും നമുക്ക് കുറച്ച് എരിവുള്ള എന്ത് കറി വേണമെങ്കിലും ഈ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നല്ല കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും പറയണ്ട, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ചക്ക നല്ല പഴുത്ത ചക്ക വെച്ചല്ല ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ നല്ല പച്ച ചക്ക വെച്ചുമല്ല, കുറച്ച് ഒരു പഴുത്തതും അല്ല ഒരു പച്ചയല്ല, ചെറിയൊരു 3-4 ദിവസം ഇരുന്നാൽ പഴുക്കും എന്നുള്ള ചക്കയില്ലേ, അങ്ങനത്തെ ടൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കേണ്ടത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ മൂടി വെക്കുക.
മൂടി വെച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ കുക്ക് ചെയ്താൽ മതിയാവും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം. ഇപ്പോൾ അതിൽ നന്നായി വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ആകുമ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കറിയെല്ലാം നല്ല വറ്റി വന്നിട്ടുണ്ടായിരിക്കും. ഇനി മൂടി വെച്ച് കുക്ക് ചെയ്യുക. ഇപ്പോൾ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. കറിയെല്ലാം കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ടേസ്റ്റൊക്കെ ഈ സമയത്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി എരിവ് കൂട്ടാം. ഇവിടെ എരിവ് അധികം, എനിക്ക് എരിവ് ഇഷ്ടമാണ്. നന്ദൂനും മോനും എരിവ് അത്ര പറ്റാത്തതുകൊണ്ട് ഞാൻ അത്ര എരിവ് ഇട്ടിട്ടില്ല. കുറച്ചുകൂടി എരിവ് ഉണ്ടായാൽ ചക്കപ്പുഴുക്കിലോട്ട് നല്ലതായിരിക്കും. കോമ്പിനേഷൻ നല്ലതായിരിക്കും എരിവിന് വേണ്ടിയിട്ട്. ആരും പേടിക്കണ്ട, കറിവേപ്പില എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ടാണ് കുറേ കറിവേപ്പില ഇട്ടുകൊണ്ടിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ കറി റെഡി. ഇനി കുറച്ചൊരു ലിവർ ഉണ്ടായിരുന്നു, ചിക്കൻ്റെ ലിവർ. അത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അതിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതിലോട്ട് കഴുകി വെച്ച ചിക്കൻ ലിവർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ സവാള ഒന്നും ഇടുന്നില്ല. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പെരിഞ്ജീരകം പൊടിച്ചതും മാത്രം ഇട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. എരിവിന് കുരുമുളക് നന്നായി ഇടണം. അതുപോലെ തന്നെ പെരിഞ്ജീരകം കൂടി ഇട്ട് നന്നായി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇതും നല്ല ടേസ്റ്റാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വേറെ സവാള അരിയണ്ട, ഒന്നും അരിയണ്ട. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും മാത്രം മതി. എന്നിട്ട് മൂടി വെച്ചിട്ട് നന്നായി പെട്ടെന്ന് തന്നെ ലിവർ പെട്ടെന്ന് തന്നെ കുക്കാവും. പെട്ടെന്ന് തന്നെ കുക്കാവുന്ന സാധനം, അധികം വേവില്ലാത്ത സാധനമാണ്. പണ്ട് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട്, വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ അതിലോട്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് നമ്മളെ ലിവർ. കണ്ടോ, ഇതും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ഐറ്റംസും റെഡിയായി. ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും ലിവറും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.